ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ കഴിഞ്ഞിട്ടുള്ളൊരു വെയിലാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല മഴ കഴിഞ്ഞിട്ട് ചെറിയൊരു വെയിൽ വരൂലേ, ആ ഒരു കാലാവസ്ഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇരിക്കൂറാണ്. എനിക്കൊന്ന് ബാങ്കിൽ പോകണം, കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. പിന്നെ നമ്മളൊന്ന് കണ്ണൂർ പോയൊരു വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആകാശം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇന്നത്തെ പ്രത്യേകത, ഞാൻ ഇന്ന് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. കുറേ കാലമായി ബസ് കയറിയിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 2 വീലർ എടുത്തതിന് ശേഷം ബസ്സിൽ കയറിയിട്ടേ ഇല്ല. ഞാനും അമ്മയും കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ഫുഡൊന്നും കഴിക്കാതെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തി ബാങ്കിലെ എല്ലാ സംഭവവും നമ്മളൊന്ന് റെഡിയാക്കിയതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ഇരിക്കൂർ സ്റ്റാൻഡിനടുത്തുള്ള ഒരു ഹോട്ടലിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. വെള്ളയപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നല്ല ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അമ്മക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ കണ്ണൂരേക്ക് പോവുകയാണ്. അപ്പോൾ ബസ്സിൽ എഴുതി വെച്ചതാണ്, ചിരിക്കാൻ മറന്നാലും പൈസ കൊടുക്കാൻ മറക്കരുതെന്ന്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് അതൊന്ന് വീഡിയോ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കണ്ണൂർ ഇറങ്ങിയിട്ട് ഓട്ടോനാണ് പോകുന്നത്. നമ്മൾ ചെമ്മണ്ണൂർ ഗോൾഡിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുന്നേ ചെറിയൊരു കുറി പോലെ നമ്മൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 11 മാസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഗോൾഡ് എടുക്കാം. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് അമ്മയ്ക്കൊരു വളയും മോതിരമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് വള. ഞാൻ വീട്ടിലെത്തിയതിന് ശേഷമാണ് വള കാണിച്ചു തന്നത്. പിന്നെ മോതിരം, ഒരു എസ് എന്നുള്ള ചിഹ്നത്തിലുള്ള ഒരു മോതിരമാണ് എടുത്തത്. എനിക്ക് മോതിരം ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. നമ്മൾ നേരെ മൂത്തേൻ്റെ വീട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല ചിക്കൻ കറി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മൂത്ത നമുക്ക് ചിക്കൻ കറിയൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് തന്നു വിട്ടു. വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞു, വിളക്കൊക്കെ കത്തിച്ചു. അപ്പോഴേക്കാണ് നമ്മുടെ വേറൊരു മൂത്ത കപ്പിയായിട്ട് വന്നത്. അപ്പോൾ കപ്പിയും ചിക്കനും നല്ല കോമ്പിനേഷൻ ആണല്ലോ, നമ്മുടെ ഭാഗ്യം എന്ന് പറയാം. രണ്ടും ഒരേ ദിവസം നമുക്ക് കിട്ടി. അങ്ങനെ കപ്പയൊക്കെ അമ്മ നന്നാക്കി എടുക്കുവാണ്. ആദ്യം തന്നെ കപ്പ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുവാണ്. ഇങ്ങനെ ചെറിയ കഷ്ണമാക്കിയിട്ട് നമ്മൾ അതിൻ്റെ തോല് കളയുകയാണെങ്കിൽ പെട്ടെന്ന് കളയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചെറുതാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളത്തിലിടുമ്പോൾ കപ്പയിൽ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കപ്പയിൽ പിടിക്കാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ല രീതിയിൽ കഴുകിയെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലതായിട്ട് വേവിക്കാൻ വെക്കും. നല്ല രീതിയിൽ വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റിക്കളയും. എന്നിട്ട് കപ്പ നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യാറ്. നമ്മളിങ്ങനെ സിമ്പിളായിട്ടാണ് കപ്പ ഉണ്ടാക്കാറ്. ചിലയിടങ്ങളിലൊക്കെ തേങ്ങ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കുന്നത് കാണാം. നമ്മൾ ഇതുവരെ തേങ്ങ ചേർത്തിട്ടില്ല. നല്ല രീതിയിൽ ഉടഞ്ഞതിന് ശേഷം നമ്മളതിന് വറുത്തിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ കപ്പ നന്നായിട്ട് ഉടയണമെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ. നമ്മളിങ്ങനെ പെറുക്കി പെറുക്കി തിന്നുന്ന ആ ഒരു പാകത്തിനാണെങ്കിൽ ഞാൻ കപ്പ കഴിക്കാറില്ല. അങ്ങനെ അതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. കാരണം എനിക്കൊരു കട്ടിയും പാടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ നല്ല രീതിയിൽ ഉടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കും. എന്നിട്ട് നല്ല കറിവേപ്പില ഇട്ടിട്ട് നമ്മളൊന്ന് താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ സിമ്പിളായ രീതിയിൽ കപ്പ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ കപ്പയൊക്കെ റെഡിയായി. കപ്പയും ചിക്കനൊക്കെ കഴിച്ച് നല്ല കട്ടൻ ചായയും കുടിച്ചു. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നല്ല ഫീലായിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.